എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയും അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാനായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി എല്ലാവരും ചുടുന്നത് തന്നെയായിരിക്കും, എന്നാലേ എപ്പോഴും ചപ്പാത്തി ചൂട്ടിയിട്ട് റെഡിയാത്തവർ ഒത്തിരി പേരുണ്ടാവും. ഇത് പൊങ്ങി വരുന്നില്ല, മാവ് സോഫ്റ്റ് ആവുന്നില്ല, അങ്ങനെ ഒത്തിരി പരാതികളാണ് കേട്ടോ പലർക്കും. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചപ്പാത്തി സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ കാണുന്നവരെല്ലാവരും കൂടി തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും അതേപോലെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അടിപൊളിയായിട്ടുള്ള കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള പൊടി ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ചപ്പാത്തിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. അത് നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമ്മളിതിലോട്ട് ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത 1 ടീസ്പൂൺ അളവിൽ തൈര്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തൈര് നമ്മൾ ഈ ഒരു ചപ്പാത്തി മാവിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുവാനും എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ചപ്പാത്തി സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടുള്ള ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂട് മാത്രം കേട്ടോ. ആ ഒരു ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ഒരുപാട് നമ്മൾ ബലം കൊടുത്തിട്ട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബലം കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഗോതമ്പ് പൊടിയിലുള്ള വെജിറ്റബിൾ പ്രോട്ടീനായ ഗ്ലൂട്ടൻ ഫോം ആവുകയും അത് നമ്മുടെ ഈ ഒരു ചപ്പാത്തി സോഫ്റ്റ് ആകുന്നതിന് പകരം ഹാർഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് സെറ്റ് ആകുന്നത് വരെ മാത്രം ചപ്പാത്തി മാവ് കുഴച്ചെടുത്താൽ മതി. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ബലം കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഞാനൊന്ന് കുഴച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് ചപ്പാത്തി മാവ് അത്യാവശ്യം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് അടച്ച് വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ടേബിൾ ടോപ്പിലോട്ട് മാറ്റി ഇതുപോലുള്ള നീളത്തിലുള്ള ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടറോ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി മാവെല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലൊക്കെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഗോതമ്പ് പൊടി മാവിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ചപ്പാത്തി പരത്തിയെടുക്കുന്ന സമയത്ത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ പരത്തിയെടുത്തത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആവാത്തത് കൊണ്ട് ഇതുപോലൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ചപ്പാത്തി മാവ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഷേപ്പ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുവാണേ. ഇനി ഒരു ചപ്പാത്തി പാന് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇതുപോലുള്ളൊരു തവിയോ സ്പൂണോ വെച്ചിട്ട് ഓരോ സൈഡും പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചപ്പാത്തി ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരുന്നതായിട്ട് കാണാം കേട്ടോ. ഇതുപോലെ പതുക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ പതുക്കെ പ്രസ് ചെയ്യുക. ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ചപ്പാത്തി ഇതുപോലെ അങ്ങ് വീർത്ത് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ചപ്പാത്തിയും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാവേ.
പിന്നെ ചപ്പാത്തി ചുട്ടെടുത്തെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ മുകളിലോട്ടായിട്ട് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ തൂക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇതൊന്നും തേച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തി നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ചപ്പാത്തി ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കിടക്കും കേട്ടോ. അത്ര നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തി ഇതുപോലെ പൊങ്ങി വരാനും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ തൈര് ചേർക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലെ പൊങ്ങി വരാനായിട്ടുള്ള ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കറിയും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഇതുപോലെ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, അതേപോലെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കാന്ന് വെച്ചാൽ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് ആ ഒരു ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷനിലാണ്, പക്ഷേ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് നല്ല റിച്ചായിട്ട് നല്ല തിക്കായി കിടക്കും. അപ്പോൾ ഒരു 5-6 കാഷ്യൂനട്ടും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ സവാളയുടെ കളർ അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത ഒരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പേസ്റ്റ് ആ ഒരു പരുവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു കുഞ്ഞ് ഏലക്കായ കേട്ടോ അതൊന്ന് ചതച്ചെടുത്താലും മാത്രം മതി. പൊടിയെ ഇടണ്ട. ചതച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഓയിൽ ചൂടാകുമ്പോൾ ആ ഓയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ മസാലപ്പൊടികൾ നമ്മൾ ഈ ഒരു കറിയിലോട്ട് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. അത്ര മാത്രം മതി കേട്ടോ. കൂടുതൽ മസാലപ്പൊടികൾ നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പൊടികളുടെ പച്ചമണം അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു സവാളയുടെയും തക്കാളിയുടെയും ആ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി നമുക്ക് ഈ ഒരു കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവി അത്യാവശ്യം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പനീറിൻ്റെ കറിയാണ്. അപ്പോൾ പനീർ ചെറുതായിട്ടുള്ള ക്യൂബായിട്ടുള്ള പീസ് നമ്മൾ ഈ ഒരു തിളച്ച് വരുന്ന കറിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പനീറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അത് ഉപയോഗിക്കാം. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അത് ചേർക്കാം. എന്താണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രേവിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്ത കാരണം ഗ്രേവി എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കൂടി ആയിരിക്കും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. ആ ഒരു പനീറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇവിടെ തിളച്ച് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറിയൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ബട്ടറിൻ്റെയും നമ്മുടെ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കറിയിൽ പിടിച്ചോട്ടെ. 5 മിനിറ്റ് അടച്ചു വെച്ചത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല കറിയും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ആ ഒരു ബട്ടറിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ ടേസ്റ്റൊക്കെ വന്ന് ചപ്പാത്തിയുടെ കൂടെയും ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അതേപോലെ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിയും അടിപൊളിയായിട്ടുള്ള ഗ്രേവി കറിയും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. കാണുന്നവരെ എല്ലാവരും തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.